إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ റസൂലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ചുകൊണ്ടും പകർത്തിക്കൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ഈ ദുന്യവിയായ ജീവിത കാലഘട്ടത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന ആളുകളും അല്ലാഹുവിനെ ഭയപ്പെടാതെ അനുസരിക്കാതെ ഈ ദുനിയാവിൽ ആടിപ്പാടി അടിച്ചു പൊളിച്ച് അനുഭവിച്ചും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ജീവിതത്തിൽ ബർക്കത്ത് നൽകുകയും ഹൃദയത്തിന്റെ എല്ലാവിധ താളപ്പിഴവുകളും ശരിപ്പെടുത്തുവാനും ഒക്കെ സാധ്യമാകുന്ന ഒരു പ്രാർത്ഥനയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുവേ, നിശ്ചയമായും എന്റെ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നും ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും എത്ര കിട്ടിയാലും മതിവരാത്ത മനസ്സിൽ നിന്നും അതുപോലെ തന്നെ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് തേടുന്നു, രക്ഷ ചോദിക്കുന്നു. 4 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും സഹോദരങ്ങളെ, ഇതിൽ രണ്ടാമതായി വമിൻ ഖൽബിൻ ലാ യഖ്ശഉ, ഈമാനില്ലാത്ത, ഇഖ്ലാസില്ലാത്ത, തഖ്വയില്ലാത്ത ഹൃദയത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. എത്ര ആളുകൾ അതിനെ തൊട്ട് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കാറുണ്ട്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. നോക്ക് നിങ്ങൾ, ഫലാ തഖ്ശൗന്നാസ വഖ്ശൗനി വലാ തശ്തറൂ ബിആയാതി
സമനൻ ഖലീലാ. എങ്ങനെയാണ് ആദർശത്തിൽ ജീവിക്കേണ്ടത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ജനങ്ങളെ പേടിക്കരുത് എന്നാണ്. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഇനി ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമെങ്കിൽ അതിനെയൊന്നിനെയും ഭയപ്പെടാതെ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. ആരെയാ ഭയപ്പെടേണ്ടത്? ഭാര്യനെ ഭയപ്പെടണോ? മക്കളെ ഭയപ്പെടണോ? ദുനിയാവിനെ ഭയപ്പെടണോ? ദുനിയാവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ നഷ്ടപ്പെടുമെന്നതിനെ കുറിച്ച് ഭയപ്പെടണോ? വാപ്പാനി ഉമ്മാനി ഭയപ്പെടണോ? അങ്ങനെ ഭയപ്പെട്ടിരുന്നെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചരിത്രത്തിന്റെ ഇതളുകളിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുമായിരുന്നില്ല. സ്വന്തം ഉപ്പാനെ ധിക്കരിച്ചിട്ട, നാട്ടുകാരെ ധിക്കരിച്ചിട്ട തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് അല്ലേ? അതാണ് ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. റബ്ബേ, എന്റെ മകനതാ ആ മലയുടെ മുകളിൽ കയറി പോകുന്നു. എന്റെ മകൻ എന്നാ പറഞ്ഞത്. അള്ളാഹു തിരുത്തുക ചെയ്തത്. നൂഹേ, അത് നിന്റെ മകനല്ലാന്ന്, ഓ മുശ്രിക്കാന്നാ പറഞ്ഞത്. ലൂത്ത് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ രാത്രിക്ക് രാത്രി ലൂത്ത് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയാ, റബ്ബേ, എന്റെ ഭാര്യ. അള്ളാഹു പറയാ, അത് നിന്റെ ഭാര്യയല്ല, ഓള് മുശ്രിക്കാണ്, ഓള് നീ അനുസരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ ദുനിയാവിൽ ആഖിറത്തിൽ ഒരു വിശ്വാസി ഭയപ്പെടേണ്ടത് ആരെയാ? ഭാര്യ സന്താനങ്ങളെയാ, മാതാപിതാക്കളെയാ, കുടുംബങ്ങളെയാ, സുഹൃത്തുക്കളെയാ, സമ്പത്തിനെയാ ഭയപ്പെടേണ്ടത്? അല്ലാഹു പറയാ, ജനങ്ങൾ നിങ്ങൾ ഭയപ്പെടണ്ട, എന്നെ നിങ്ങൾ ഭയപ്പെടുക. എന്റെ വചനങ്ങൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റുകളയാതിരിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയെ ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി, ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ഭാര്യയുടെയും സന്താനങ്ങളുടെയും സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ വിറ്റുകളയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ദുനിയാവിലും ആഖിറത്തിലും ഒരു പേടിയില്ല. ആര് നമ്മൾ വലിച്ചെറിഞ്ഞാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ എത്ര തവണ പഠിച്ചിട്ടുണ്ട് ചരിത്രം. അഗ്നികുണ്ഡലത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും വാപ്പയാണ് ആദ്യത്തെ വിറക് സംഭാവന ചെയ്യുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചിട്ടില്ല, ഭയപ്പെട്ടിട്ടില്ല. കാരണം എന്താ? ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. എല്ലാത്തിനെയും ഉടമപ്പെടുത്താൻ കഴിയുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, എല്ലാത്തിനും രക്ഷയും ശിക്ഷയും സമ്മാനിക്കുന്നവൻ ലോകത്തിന്റെ സൃഷ്ടാവ. അതുകൊണ്ട് റബ്ബ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക, എന്റെ വചനങ്ങളെ, എന്റെ കലിമത്തുകളെ ദുനിയാവിന്റെ ലാഭത്തിന്റെ തുച്ഛമായ വിലക്ക് നിങ്ങൾ വിറ്റുകളയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങളെ യാതൊരു നിലക്കും വിട്ടുകളയാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെങ്ങനെയായിരിക്കുമെന്ന് അറിയുമോ? ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവരാണ്. അള്ളാഹു എന്ന് കേട്ടാൽ അവർ പേടിക്കും, അവരുടെ ഹൃദയം മറക്കും, ഭയപ്പെടും. എന്റെ കാരണം അറിയോ? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അള്ളാഹുവിന്റെ ശിക്ഷയാണോ അതല്ല മറ്റെന്തെങ്കിലും കാരണമാണോ അറിയില്ല, അല്ലാഹു അഅലം. പക്ഷേ 2 നില കെട്ടിടം പുഴയിലേക്ക് വീഴുന്നത് നമ്മൾ കണ്ടില്ലേ കാഴ്ച. റബ്ബ് വിചാരിച്ചതൊക്കെ നിമിഷ നേരം കൊണ്ട് സംഭവിക്കും. അള്ളാഹു വിചാരിച്ചാൽ മതി. ആ ഒരു ഓർമ്മ പടച്ചവനെ ആ കാണിച്ചതുപോലെ ഈ നാട്ടിൽ കാണിക്കാൻ നിനക്ക് എത്ര സമയമാണ് റബ്ബേ. അതുകൊണ്ട് ഖശിയത്ത് റബ്ബിഹിം, ഞാൻ നിന്നെ ഭയപ്പെടുകയാണ്, എന്റെ ഹൃദയം നിന്റെ മുമ്പിൽ ഇതാ കീഴ്പ്പെടുകയാണ് റബ്ബേ. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അകമഴിഞ്ഞ വിശ്വാസം രേഖപ്പെടുത്തുന്നവരാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് പലതും നമ്മൾ കാണുന്നത്. ഇന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് ഓടുമെന്നറിയാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന അവസ്ഥ. വീടുകളിലിരിക്കാൻ കഴിയുന്നില്ല. വീടിന്റെ തട്ടുമ്പുറത്തിരിക്കുമ്പോ വെള്ളം കയറുന്നത് മുകളിലേക്ക്, വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് ആശങ്കയോടെ ഭയപ്പാടോടെ കാണുക ആളുകൾ. അവിടെ മുഖത്തുണ്ടാകുന്ന ഭയത്രയാ, അവിടെ കണ്ണിലുണ്ടാകുന്ന ഭയത്രയാ, അവിടെ ഹൃദയത്തിന്റെ തുടിപ്പത്രയാ. സഹോദരങ്ങളെ, ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ റബ്ബിന് അധിക സമയമാണോ? വേണ്ട. അത് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൽ അങ്ങേയറ്റം വിശ്വാസം രേഖപ്പെടുത്തുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് പറയുന്നത്. മാത്രമല്ല വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. തങ്ങളുടെ രക്ഷിതാവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവർ, യാതൊന്നിനെയും ഒരു നിലക്കും ഭയപ്പെടാത്ത ആളുകൾ മാത്രമല്ല,
ഈ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിന് പകരം മറ്റ് ഇലാഹുകളെ, മറ്റു ആരാധ്യ വസ്തുക്കളെ നീ സ്വീകരിച്ചാൽ മാത്രമേ എന്റെ സ്നേഹം നിനക്കുണ്ടാവുള്ളൂ, എന്റെ സ്വത്ത് ഉണ്ടാവുള്ളൂ. വാപ്പാനോട് പറയാ, വാപ്പാ നിങ്ങൾ വാപ്പയാണെന്ന് എനിക്കറിയാം, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്, നിങ്ങളെ സ്വത്ത് വേണ്ട. ആദർശം പണയം വെച്ചിട്ടാണെങ്കിൽ വേണ്ടടോ എന്റെ സ്വത്ത് പറയാൻ കഴിയോ? ഈമാനോടുകൂടി തെക്കുവയോടുകൂടി ഇറങ്ങിപ്പോഴോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇറങ്ങിപ്പോന്നില്ലേ? ഇബ്രാഹിം നബി സ്വലാം ഇറങ്ങിപ്പോന്നില്ലടോ? അതുപോലെ ഇറങ്ങിപ്പോരാൻ കഴിയണം. അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് തെക്കുവ എന്ന് പറയുന്നത്. ആ തെക്കുവണ്ടാണ് നമുക്ക്. ഭാര്യ സ്നേഹിക്കൂല, ഞാൻ ഇറങ്ങിപ്പോ പറയാൻ കഴിയണം. അതാ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാൻ ഉണ്ടായിരിക്കും നിങ്ങൾക്കും. ആ ഈമാനിന്റെ ജീവിതത്തിൽ റബ്ബ് കൈവടിയില്ല. ആര് കൈവിട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. ഏതുപോലെ യൂനുസ് നബി അലൈഹി സ്വലാമയെ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ടിൽ നിന്നും സമുദ്രത്തിന്റെ അഗാധങ്ങളുടെ ഇരുട്ടിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയതുപോലെ ആ റബ്ബുണ്ടാവും. ഏതൊരു കൂരാക്കൂരിട്ടിലും റബ്ബിന്റെ കാവൽ, റബ്ബിന്റെ സംരക്ഷണം, റബ്ബിന്റെ സാമീപ്യം, റബ്ബിന്റെ സ്നേഹം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകും. റബ്ബ് നമ്മളെ കൈവിടിയില്ല. ആരിറങ്ങി പോകണമെങ്കിൽ പോയിക്കോട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ, അള്ളാഹു നമ്മളെ കൈവിടിയില്ല. അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ആ വിശ്വാസം, ആ ഈമാൻ, ആ തഖ്വ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ടോ, കുടിയിരുത്തപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ സന്തോഷത്തോടു കൂടി നിൽക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത് വയുതുസ് സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. കീഴ്വണക്കം, ആരാധന, ഇബാദത്ത്, ആദർശം, വിശ്വാസം, ഈമാൻ, ഇഖ്ലാസ്, തഖ്വ എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ഋജുമനസ്കരായ നിലയിൽ ആ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് നൽകുവാനുമല്ലാതെ വിശ്വാസികളോട് കൽപ്പിച്ചിട്ടില്ല. എന്തേ കാരണം? അതാണ് വക്രതയില്ലാത്ത, വളവില്ലാത്ത യഥാർത്ഥമായ റൂട്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോ ദുനിയാവിൽ ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും. അല്ലാത്തവർക്കൊന്നും ഈമാൻ കിട്ടൂല സഹോദരങ്ങളെ. ചിലപ്പോ വാപ്പാനും ഉമ്മാനും പണിക്കേണ്ടി വരും, ഭാര്യന്റെ സ്നേഹം വേണ്ടാന്ന് വെക്കേണ്ടി വരും, സ്നേഹനിധികളായ മക്കളുടെ വാത്സല്യവും ഉപ്പ എന്ന വിളിയും ഒഴിവാക്കേണ്ടി വരും, സ്വത്തുക്കൾ മാറ്റി നിർത്തേണ്ടി വരും, ഒറ്റപ്പെടേണ്ടി വരും, അങ്ങാടിയിൽ താമസിക്കേണ്ടി വരും, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങേണ്ടി വരും. കിടന്നുറങ്ങണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറിഞ്ഞില്ലേ? തന്റെ പിഞ്ചോമന പൈതലിനെയും ഭാര്യ ഹാജറ ബീവിയെയും മക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചില്ലേ? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്യേണ്ടി വരുന്നതൊക്കെ എന്തേ കാരണം? അതാണ് ആദർശം എന്ന് പറയുന്നത്. ഹൃദയം, ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ ഭയഭക്തി ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഏറ്റവും ഉദാത്തമായവർ, ഏറ്റവും ഉത്തമമായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. മാത്രമല്ല ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ എന്നാൽ അവർക്കാകട്ടെ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. ആ മുറിഞ്ഞു പോകാത്ത പ്രതിഫലത്തെയാണോ ദുനിയാവിൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? എങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുവിൽ വിശ്വസിക്കുക, അതിൽ അടിയുറച്ചു നിൽക്കുക, ആ വിശ്വാസത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. എങ്കിൽ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഏതൊരു പേമാരിയിലും, ഏതൊരു ഭൂകമ്പത്തിലും, ഏതൊരു കടിച്ചാപ്പൊട്ടാത്ത പരീക്ഷണത്തെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ഉറച്ച വിശ്വാസമുണ്ടല്ലോ. കറുകറുത്ത കൂരാക്കൂരേട്ടിൽ, കറുകറുത്ത പാറയിലൂടെ അരിച്ചു പോകുന്ന ഒരു കറുകറുത്ത ഉറുമ്പിന്റെ കാൽപ്പാടങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന, അതിന്റെ സഞ്ചാര വേഗതയെ നിയന്ത്രിക്കാൻ കഴിയുന്ന എന്റെ റബ്ബിന്റെ സാന്നിധ്യം, എന്റെ റബ്ബിന്റെ കാവൽ എന്റെ കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ വിശ്വാസമുണ്ട് നമുക്ക്, ആ വിശ്വാസമുണ്ട് സഹോദരങ്ങളെ. ഭാര്യ പോട്ടെ, മക്കൾ പോട്ടെ, മാതാപിതാക്കൾ നമ്മൾ ഒഴിവാക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഞാൻ ഈ വിളിവിട്ടിറങ്ങുന്നത് എന്റെ റബ്ബിനോടുള്ള ആദർശത്തിന്റെ പ്രതിബദ്ധതക്ക് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും സഹോദരങ്ങളെ.
മിറാജിന്റെ യാത്ര പോകുന്ന സന്ദർഭത്തിൽ നല്ല സുഗന്ധപൂരിതമായ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല സുഗന്ധപൂരിതമായ ഒരു മണം കിട്ടി. അപ്പൊ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിയോട് ചോദിക്കുക, യാ ജിബ്രീൽ മാ ഹാദിഹി റായിഹത്തു ത്വയ്യിബ, ഈ നല്ല സുഗന്ധമുള്ള വാസന ആരുടേതാണ്? അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് ഫിർഔന്റെ കൊട്ടാരത്തിൽ ഫിർഔന്റെ മകളുടെ പരിചാരികയായിരുന്ന വേലക്കാരിയായിരുന്ന ഒരു സഹോദരിയുടെയും അവരുടെ മക്കളുടെയും സുഗന്ധമാണ് താങ്കൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ മണക്കുന്നത് എന്ന് പറഞ്ഞു. എന്റെ കാരണ സഹോദരങ്ങളെ, മാഷിത്വത്ത് ആ സഹോദരി ഫിർഔന്റെ മകളുടെ മുടി ഇങ്ങനെ വാരി ചീകിക്കൊണ്ടിരിക്കുക. ആ ചീകുന്നതിനിടയിൽ ആ ചീർപ്പ് നിലത്ത് വീണു. ആ ചീർപ്പ് എടുക്കുന്ന സമയത്ത് ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു. ഫഖാലത് ലഹാ ഇബ്നത്തു ഫിർഔൻ അബി, എന്റെ ഉപ്പാനെയാണ് നീ ഉദ്ദേശിച്ചത്. ഞാൻ നിന്റെ ഉപ്പാനെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് വലാകിൻ റബ്ബി വറബ്ബു അബീകില്ല, എന്റെയും നിന്റെയും നിന്റെ ഉപ്പാന്റെയും റബ്ബ് ആരാണോ, രക്ഷിതാവ് ആരാണോ ആ റബ്ബിന്റെ നാമത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഫിർഔന്റെ മകൾ പറഞ്ഞു, ഇതെന്റെ ഉപ്പാനോട് പറയട്ടെ. അപ്പൊ മാഷിത്ത പറഞ്ഞു, പറഞ്ഞോളൂ, പറയരുതെന്നല്ല പറഞ്ഞത്. ആദർശം ഹൃദയത്തിലുണ്ട്, ഇപ്പൊ പറയണ്ട, ശിക്ഷ കിട്ടുമെന്നല്ല പറഞ്ഞത്. പറഞ്ഞു, ആ ഈമാൻ നമുക്ക്. ഭയപ്പെട്ടില്ല, നീ പറഞ്ഞു, നിന്റെ ഉപ്പാനോട് പറഞ്ഞു. മാഷിത്തനെ വിളിച്ചു ഫിർഔന്റെ സന്നിധിയിൽ, യാ ഫുലാനത്ത് വ ഇന്ന ലകി റബ്ബൻ ഗൈരി, എനിക്ക് പുറമെ നിനക്ക് മറ്റു വല്ല റബ്ബുമുണ്ടോ, മറ്റ് ഇലാഹുകളുണ്ടോ, ആരാധ്യന്മാരുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോ മാഷിത്ത പറഞ്ഞു, ഖാലത്ത് നഅം റബ്ബി വ റബ്ബുകല്ലാ, എന്റെയും നിന്റെയും റബ്ബ് ആ റബ്ബാണ് എന്റെ റബ്ബ് എന്ന് മാഷിത്ത പറഞ്ഞു. നീ ഇതിന് പിന്മാറാൻ തയ്യാറാണോ? മാഷിത്ത പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ സമയത്ത് ഫിർഔന് ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ചെമ്പ് കൊണ്ട് നിർമ്മിച്ച വലിയൊരു പാത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പാത്രം ചുട്ടു പഴിപ്പിക്കാൻ, അതിന്റെ അടിയിൽ തീ വെച്ച് കത്തിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തീ വെച്ച് കത്തിച്ചു. മാഷിത്തത്ത് നോക്കി നിൽക്കെ 4 മക്കളാണ് അവർക്കുണ്ടായിരുന്നത്. ആദ്യത്തെ മകനെ ആ ചുട്ടു പൊള്ളി നിൽക്കുന്ന ചെമ്പിന്റെ പാത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ മകൻ പൊട്ടി കരിഞ്ഞു പോകുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കുട്ടിയെയും അങ്ങനെ വലിച്ചെറിഞ്ഞു. മൂന്നാമത്തെ കുട്ടിയെ വലിച്ചെറിഞ്ഞു. 4ാമത്തെ കുട്ടിയെ വലിച്ചെറിയാൻ പോവാ. ചെറിയ കുട്ടിയാ, മുല കുടിക്കുന്ന കുട്ടിയാണ്, മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആ ഉമ്മാന്റെ കണ്ണിന്ന് വെള്ളം, ആശിത്തിന്റെ കണ്ണിന്ന് വെള്ളം വന്നു, കണ്ണീര് വന്നു. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ആലോചിച്ചൊക്കെ ഈമാനാണ് സഹോദരങ്ങളെ, തെക്കുമയാണ് ഈ പറയുന്നത്. 3 മക്കളും, ശരിക്കും ആലോചിച്ചത്, 3 മക്കളും ചുട്ടുപടുത്ത ചെമ്പിന്റെ പാത്രത്തിൽ തിളച്ചു മറിയ. ആലോചിക്കണം, കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്ന രംഗം. എന്നിട്ടും ഈമാനിൽ കുലിക്കല്ല പ്രിയപ്പെട്ടവരെ, ഈമാനിൽ കുലിക്കണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ സഹോദര നിന്റെ ഭാര്യ ഇറങ്ങിപ്പോയെങ്കിൽ പോടി അവിടുന്ന് പറയണ്ടേ? നിന്റെ മകൻ ഇറങ്ങിപ്പോയോ? ആദർശത്തിന് വേണ്ടിയാണെങ്കിൽ കോംപ്രമൈസ് ഒക്കെ ആവണ്ടെന്നാൽ ആദർശത്തിൽ കോംപ്രമൈസ് ഇല്ല കേട്ടോ. ആദർശത്തിൽ കോംപ്രമൈസ് ഇല്ല. മക്കാര് മക്കാമിച്ചിരിക്കുകള് അബൂ താലിബിന്റെ അടുത്ത് വന്നില്ലേ? അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബൂ താലിബ് ഒരു കാര്യം ചെയ്യാം, മുഹമ്മദിന് കേടില്ല, ഞങ്ങൾക്കും കേടില്ല, ഒരു കോംപ്രമൈസ്. എന്താ കോംപ്രമൈസ്? ഞങ്ങളുടെ ദൈവങ്ങളുടെ അടുത്ത് കൂടെ പോകുമ്പോ കൈ കൊണ്ടൊരു വെറുതെ കാണിച്ചാൽ മതി. ഇങ്ങനെ ഒരു ആംഗ്യം, ഒന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട, കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചാൽ മതി. റസൂലുള്ളാഹിന്റെ മനസ്സിൽ ആദ്യം തോന്നിയ എന്താ അറിയോ? ഒരു കോംപ്രമൈസുള്ള കാര്യം തോന്നിയ റസൂലുള്ളാഹിന്റെ മനസ്സിൽ പടച്ചോന് കൈയോട് ഇങ്ങനെ കാണിച്ചാൽ പോരെ, എന്നാ ഈ ആരാക്കിന്റെ ഔലും കഞ്ഞി തീർന്നു കിട്ടുമല്ലോ, അടിയും പിടിയും യുദ്ധം ഒന്നും വേണ്ട, സുഖമായിട്ട് ആദർശം പറഞ്ഞ് ജീവിച്ചൂടെ എന്ന് തോന്നി. ആ തോന്നിയപ്പോഴാണ് വിശുദ്ധ ഖുർആന്റെ ആയത്ത് സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങിയത്. ഒന്ന് വായിച്ചു നോക്കി. അവരുടെ ദൈവം അവരുടേത്, നിന്റെ ദൈവം നിന്റേത്. ഒരു കൈകൊണ്ടെന്നല്ല, ഒന്നുകൊണ്ട് കാണിക്കണ്ടെന്ന ആദർശത്തിന്റെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ രംഗത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അത് വാപ്പയാണെങ്കിലും ശരി, വലിയപ്പയാണെങ്കിലും ശരി, ഇനി ആരാണെങ്കിലും ശരി, ആരല്ലാത്ത ഏത് വിഷയത്തിൽ കോംപ്രമൈസ് ഉണ്ടെന്ന. 3 മക്കള് ചുട്ടുപഴുത്ത ചെമ്പിൽ കടന്നുള്ള വേവാണ്. ആ വേകുമ്പോഴും ആദർശം മുറുകെ പിടിക്കുക.
അതാ റസൂലുള്ളാഹി പറഞ്ഞത്, പടച്ചോനെ ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. പരീക്ഷണങ്ങൾ കാണുമ്പോ, ശിക്ഷകൾ കാണുമ്പോ, അദാബുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ, രോഗമുണ്ടാകുമ്പോ, കുടുംബക്കാർ അകന്നു പോകുമ്പോ, സ്വത്തുക്കൾ നഷ്ടപ്പെടുമ്പോ മനസ്സിനെടുത്ത പാലിച്ചുണ്ടാവും, മനസ്സിനൊരു പേടിണ്ടാവും, ഹൃദയത്തിനൊരു ഭയം ഉണ്ടാവും. അതുണ്ടാകാൻ പാടില്ല എന്നാ പറയുന്നത്. മാഷിത്വത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ 4ാമത്തെ കുട്ടി, മുല കുടിക്കുന്ന കുട്ടി, മാഷിത്വത്തിന്റെ മാറുവിടത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഉമ്മാനോട് പറയാ, ഉമ്മ അവർക്ക് എന്നെ കൊടുത്തോ. ആ കുട്ടി പറയാ, ആ ചുട്ടുപടുത്ത് നിൽക്കുന്ന ആ ചെമ്പിലേക്ക് വലിച്ചെറിയാൻ എന്നെ കൊടുത്തോ. എന്തിനാ ഉമ്മ കരയുന്നത്? ഈ ദുനിയാവിലെ ശിക്ഷ എന്ന് പറയുന്നത് പരലോകത്തിന്റെ ശിക്ഷയേക്കാൾ എത്രയോ നിസ്സാരല്ലേ, എത്ര എളുപ്പമുള്ള കാര്യല്ലേ. അതുകൊണ്ട് എന്തിനാ കരയണ? ഉമ്മ കൊടുക്കുക എന്നാ പറയണത്, മാഷത്തെ കൊടുക്കുക. ആ കുട്ടിയും കൂടിയും ആ ചെമ്പ് കൊണ്ട് നിർമ്മിച്ച ചുട്ടുപടുത്ത് നിൽക്കുന്ന പാത്രത്തിലേക്ക് വലിച്ചെറിയാൻ ആലോചിച്ച്. അതാണ് ഈമാൻ എന്ന് പറയുന്ന സഹോദരങ്ങളെ. കുഴിഞ്ഞോ 4 മക്കൾ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് പടയാ, നിറവിളിക്കുക, തട്ടഹസിക്കുക, വേദന കൊണ്ട്, ചൂട് കൊണ്ട് ശരീരം പൊള്ളിയിട്ട് എന്നിട്ട് പിന്മാറിയ മാഷിത്ത ഇല്ലാന്ന്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അത് ഹൃദയത്തിലേക്ക് കയറ്റിവെക്ക്. ദുനിയാവിൽ നിങ്ങൾക്ക് സംഭവിക്കണമെന്നും ഒരു പ്രശ്നമല്ല. അവസാനം മാഷിത്തത്തിനും കൂടി ആ ചെമ്പിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോവാ. മാഷിത്ത ഫിറൗനോട് പറഞ്ഞു, എനിക്കൊരു ആവശ്യമുണ്ട്. എന്താവശ്യമെന്ന് ചോദിച്ചു ഫിറൗൻ. എന്റെയും എന്റെ ഈ 4 മക്കളുടെയും അസ്ഥികുടങ്ങൾ ഒരു തുണിയിലാക്കിയിട്ട് പൊതിഞ്ഞ് അത് നിങ്ങൾ കഫൻ ചെയ്യണം, ഒരുമിച്ച് കഫൻ ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് ഞാൻ നിന്നോട് ചെയ്യുന്ന ഒരു കരാറാണ്, വാഗ്ദാനാണ്. അങ്ങനെ തന്നെ ഞാൻ ചെയ്തോളാം. അങ്ങനെ മാഷിത്വത്തിനെയും ആ ചെമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ആലോചിച്ചു സഹോദരങ്ങളെ, ഈ ഈമാൻ ഇത്രല്ല, ഇതിന്റെ ഒരു 10%, ഒരു 5% തഖ്വ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയും. ആര് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട സഹോദരങ്ങളെ? വിശ്വാസി അവൻ ഒറ്റക്കാണ്, ദുനിയാവിലും ആഖിറത്തിലും. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൻ ഒറ്റക്കാണ്, ദുനിയാവിൽ ജീവിക്കുമ്പോഴും ഈമാന്റെ കാര്യത്തിൽ അവൻ ഒറ്റക്കാണ്. ഭൗതികമായിട്ട് അവന് കുടുംബങ്ങൾ ഉണ്ടാകാം, ഭാര്യ സന്താനങ്ങൾ ഉണ്ടാകാം, മാതാപിതാക്കൾ ഉണ്ടാകാം. പക്ഷെ ഈമാന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ അവൻ ഒറ്റക്കാണ്. അവന്റെ കൂടെ അല്ലാഹുവും. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന പ്രവാചകന്റെ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആദർശവുമായി മാറി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് വിശ്വാസികളുടെ സമീപനം ഏത് രൂപത്തിലായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. ഏതൊരുത്തന്റെ ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ട് നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ, ഏതൊരുത്തൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിര് കവിഞ്ഞതായിരിക്കുകയും ചെയ്തുവോ, അവനെ നീ ഒരിക്കലും അനുസരിക്കരുതെന്നാണ്. അള്ളാഹുവിന്റെ ദീന് വിട്ടിട്ട് പോവുകയാണ്, അള്ളാഹുവിന്റെ യഥാർത്ഥ ആദർശത്തിൽ നിന്ന് മാറിപ്പോവാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിനും സ്മരിക്കേണ്ടതിനും അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യേണ്ടതിന് പകരം അതിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം മാറിപ്പോവാൻ എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് മൊയ്തീൻ വേണം, അമ്പർത്ത് തങ്ങൾ വേണം, നാഗൂറാണ്ട വേണം, എല്ലാവരും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോവാ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വകാന അംറുഹു ഫുർതാ. അത്തരത്തിലുള്ള ആളുകളെ നീ ഒരിക്കലും അനുസരിക്കാൻ പാടില്ല. നമ്മൾ അനുസരിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ ഈമാൻ ശരിയല്ല എന്നാണ് പറയുന്നത്. കാരണം ഹൃദയത്തിന്റെ താളം, അല്ലാഹുമ്മ യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, നീ എന്റെ ഹൃദയത്തെ, മനസ്സിനെ, ചിന്തകളെ, പ്രാർത്ഥനകളെ, പ്രവർത്തനങ്ങളെ നിന്റെ ദീനുൽ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന ആ ഒരു തേട്ടം, അത് വല്ലാത്തൊരു തേട്ടമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നിത്യവും സകല മേഖലകളിലും സകല സമയങ്ങളിലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കപ്പെട്ടവനെ, തഖ്വയില്ലാത്ത, ഈമാനില്ലാത്ത
ഹൃദയത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് സദാസമയവും ജീവിതത്തിലുടനീളം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കോട്ടയം ഈ മഴയുടെ ദുരിതവും പ്രയാസവും അനുഭവിക്കുകയാണ്. പല ആളുകൾക്കും വീടുകൾ നഷ്ടപ്പെട്ടു. അത്രയും ദയനീയമായ കരച്ചിലും വേദനകളും രോധനങ്ങളും സങ്കടങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളൊക്കെ അതിന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ രക്ഷപ്പെടുത്തിയതിന്റെ നന്ദിയായിട്ടെങ്കിലും സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ ഈമാനും ഇഖ്ലാസും തഖ്വയും കുടിയിരുത്താൻ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം നമസ്കരിച്ചുകൊണ്ട്, സുജൂദുകൾ അർപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസവും ദുഃഖവും ദുരിതവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും സമാധാനവും എളുപ്പവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കുണ്ടായിട്ടുള്ള എല്ലാവിധ സാമ്പത്തിക, ശാരീരിക, മാനസിക നഷ്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചുകൊണ്ട്, ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട്, സുജൂദുകൾ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ഓടിക്കിതച്ച് നടന്ന ഞങ്ങളുടെ ബഹുമാന്യനായ സ്നേഹനിധിയായി നിർമ്മിച്ച അബ്ദുൽ ഹമീദ് സാഹിബ് ഇന്ന് കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിൽ പ്രയാസപ്പെട്ട് വേദനകൾ സഹിച്ചുകൊണ്ട് കഴിയുകയാണ്. റബ്ബേ, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ വേദനകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തിന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ KPCയുടെ ഉമ്മ ഞങ്ങൾ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ് റബ്ബേ. ആ ഉമ്മയുടെ കബറിടം നീ വിശാലമാക്കി തരണേ റബ്ബേ. ആ ഉമ്മയെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, നാടർക്കൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ടർ സ്വർഗത്തിലേക്ക് മാറിയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.